നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു സിമ്പിൾ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു കോംപ്ലക്സ് സെക്ഷനും കൂടെ ഉണ്ട്. അതുകൂടെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കിളിയൊക്കെ ചിറകിട്ടടിക്കുന്നുണ്ടല്ലോ, ആ കിളിയെല്ലാം പറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പറത്തിയൊന്നും വിടാൻ പാടില്ല. നോക്കൂ, അപ്പോൾ അതുകൊണ്ട് പ്രാവെല്ലാം ശ്രീകുട്ടൻ്റെ പ്രാവെല്ലാം അവിടെ ഇരുന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചിറകിട്ട് അടിക്കുന്നുണ്ടല്ലേ ശ്രീകുട്ട. അപ്പോൾ അതൊന്നും പോരുത്, ഇത് ശ്രദ്ധിച്ചിരുന്നോ. അപ്പോൾ അടുത്തൊരു സംഗതിയാണ് ട്രാൻസ്ഫോമർ. എളുപ്പമുള്ള സംഗതി. ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടാവും. ട്രാൻസ്ഫോമർ റോഡേക്ക് നടന്നു വരുന്ന സമയത്ത് വഴിയിലൊരു പെട്ടി, അവിടെ 4 സൈഡിൽ ആളൊന്നും കയറാതിരിക്കാനൊക്കെ ഒരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും. വഴിയിലിരുന്ന് മൂളുന്ന ഒരു സാധനം, ഒരു മൂളൽ സൗണ്ട് കേൾക്കും. അത് കാണുമ്പോഴേ നമുക്ക് ആ ഏരിയയിലോട്ട് നമുക്ക് ചാവാൻ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ആ ഏരിയയിലൊന്നും വെറുതെ ഷോക്കടിച്ച് ചാവണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. ഓക്കെ, അപ്പോൾ ആ ഡിവൈസിൻ്റെ പേര് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്താണ് യൂസ്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എ സിയുടെ വോൾട്ടേജിനെ ഒന്നുകിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ യൂസ് പറ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജ്. ഇറ്റ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജ്. ഒരു ട്രാൻസ്ഫോമർ നമുക്ക് പൊളിക്കാം. പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു സോഫ്റ്റ് അയൺ പീസ് കാണും. അപ്പോൾ ഒരു സോഫ്റ്റ് അയൺ പീസ് കാണും, കണ്ടോ? ഇതിൻ്റെ പുറത്ത് ഒരു ഇൻസുലേറ്റ് ചെയ്ത കമ്പി അങ്ങോട്ട് ചുറ്റും. ഓക്കെ, ഇതിനെ പ്രൈമറി കോയിൽ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പ്രൈമറി കോയിൽ. ഇനി ഇതിൻ്റെ പുറത്തൂടെ വേറെ ഇൻസുലേറ്റ് ചെയ്ത കമ്പി ചുറ്റും. അപ്പോൾ ഇതിൻ്റെ പേരാണ് സെക്കൻഡറി കോയിൽ. എന്താ പേര്? സെക്കൻഡറി കോയിൽ. 2 കോയിൽ ചുറ്റി. ഞാൻ ചോദിക്കട്ടെ, ഈ 2 കോയിലും കൂടെ കോണ്ടാക്റ്റിൽ വന്നോ? ഇല്ല. ഒന്നൊന്നിൻ്റെ പുറത്ത് ചുറ്റി എന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. 2 ഇൻസുലേറ്റ് ചെയ്തതാണ്, അപ്പോൾ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കോയിലിൻ്റെ പുറത്തൂടെ വേറൊരു കോയിൽ ചുറ്റി. ഇനി ഈ പ്രൈമറി കോയിലിന് എത്ര എൻഡ് ഉണ്ട്? 2 എൻഡ് ഉണ്ടോ? ഈ 2 എൻഡ് പിടിച്ചുകൊണ്ട് വന്ന് നമുക്ക് എ സിയിലോട്ട് കൊടുക്കാം. എ സിയിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഈ പ്രൈമറിക്ക് ചുറ്റും ഒരു വേരിയേഷൻ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ആണല്ലോ. ഈ വേരിയേഷനുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ് നമ്മുടെ സെക്കൻഡറി കോയിലും ഇരിക്കുന്നത്. അപ്പോൾ ഈ വേരിയേഷൻ സെക്കൻഡറിക്കും കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിൽ ഒരു ഇ എം എഫ് ഉണ്ടാവും, ശരിയല്ലേ? സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ അതിലുണ്ടാകുന്ന ഇ എം എഫ് കൂടുതലായിരിക്കും. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ അവിടെ ഇ എം എഫ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ഇ എം എഫ് കിട്ടും. അപ്പോൾ ഒരു വോൾട്ടേജ് ഇവിടെ കിട്ടും. ഈ ഡിവൈസിൻ്റെ പേരാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം, ഒരു കോയിലിൽ കൂടെ വേരിയേഷനുള്ള കറണ്ട് കയറ്റി വിട്ട് തൊട്ടടുത്തിരുന്ന കോയിൽ ഇ എം എഫ് ഉണ്ടാക്കിയെടുത്ത പരിപാടിയാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? ആണ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ് ഓൺസ് അഗെയിൻ. വലിയ സംഭവങ്ങളൊന്നുമില്ല, ചീൾ കേസ്. സേ ട്രാൻസ്ഫോമർ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ട്രാൻസ്ഫോമർ? Transformer is a device used to increase or decrease AC voltage. Transformer is a device used to increase or decrease AC voltage. AC voltage ne increase ചെയ്യാനോ decrease ചെയ്യാനോ ഉപയോഗിക്കുന്ന device ആണ് transformer. Then see, there are 2 types of transformers. Step up transformer and step down transformer. So 2 types of transformers, step up and step down. See, step up transformer increases AC voltage. So it increases AC voltage. Step down transformer decreases AC voltage. AC voltage എന്ത് ചെയ്യും? കുറയ്ക്കും. Okay. Then see, this is a soft iron piece. Okay. Then over that an insulated coil. Okay. This coil is called primary. Then over the primary another insulated coil, secondary. Okay, then 2 ends for the primary connected to AC. Okay, varying magnetic field is developed here, no problem. Then secondary is also inside the same varying magnetic field. So by mutual induction an EMF will be developed in secondary. If the number of turns in secondary is more EMF will be developed there. If the number of turns in secondary is less, the EMF developed is less. So in step up transformer, the secondary will have more turns. Okay, more number of turns. So more EMF will be developed there.
Then in step down transformer, secondary contains lesser number of turns, so less EMF is developed there, only a less EMF is developed there. So this is about a transformer. So what do you know about transformer? Transformer is a device used to increase or decrease AC voltage. There are two types of transformers. What are they? Transformers are of two transformer. There are two types of transformer. What are they? Step up and step down. Step up transformer is used to increase AC voltage. Step down transformer is used to decrease AC voltage. A transformer consists of two insulated coil, primary and secondary. Primary is wound over a soft iron piece. Then secondary is wound over primary. Then AC is passed through primary. A varying magnetic field is developed around it. Secondary is also in this field. So by mutual induction, an EMF will be developed in secondary. If the number of turns in secondary is more, EMF will be more. If the number of turns in secondary is less, EMF is less. So that's all about transformer. So what do you know about transformer? Transformer is a device used to increase or decrease AC voltage. Then see, there are two types of transformers: step up transformer and step down transformer. Then step up transformer is used to increase AC voltage. Step down transformer is used to decrease AC voltage. Transformer consists of two insulated coils. What are they? Primary and secondary. Primary is wound over a soft iron piece. Okay. Then secondary is wound over primary. Then AC is passed through primary. A varying magnetic field is developed around primary. Secondary is also in this field, so an EMF is developed in it. If the number of turns in secondary is more, EMF there is more. If the number of turns in secondary is less, EMF there is less. So that's all about transformer. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ട്രാൻസ്ഫോമറിൻ്റെ പേരെന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ്. ഓക്കെ. അടുത്ത ട്രാൻസ്ഫോമറിൻ്റെ പേരെന്താണ്? സ്റ്റെപ്പ് ഡൗൺ എന്നാണ്. ഓക്കെ. ഇത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ അതിനെ വരച്ച് കാണിക്കാം. നോക്കൂ, കൂടുതൽ ആഡംബരമൊന്നും കാണിക്കുന്നില്ല. സോഫ്റ്റ് ആൻഡ് ഫ്രെയിമാണ്. ഇതിൽ പ്രൈമറി നമുക്ക് ഇവിടെ ചുറ്റാടെ. പ്രൈമറി. ഓക്കെ. പ്രൈമറി ചുറ്റി. ഇനി ഇതാണ് പ്രൈമറി എന്ന് എഴുതണം. പ്രൈമറി. ഇനി ഇവിടെ സെക്കൻഡറി. കണ്ടോ? ഞാനിപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ വരച്ചത്? ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നിൻ്റെ പുറത്ത് ഒന്നിട്ട് വരച്ചാൽ നിങ്ങളല്ലേ ആളുകൾ വരച്ച് കുളമാക്കിയിട്ട് ഇല്ല, ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി. ഇന്ത്യയുടെ മാപ്പൊക്കെ നമ്മൾ പണ്ട് വരച്ചിട്ടില്ലേ? അതിൻ്റെ താഴെ ഇന്ത്യ എന്ന് എഴുതിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ സാറ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്ത്യ ആണെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാമായിരുന്നോ? അപ്പോൾ നിങ്ങളിതുപോലെ ട്രാൻസ്ഫോമർ ഒറിജിനൽ ഇരിക്കുന്ന പോലെ വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നിൻ്റെ പുറത്ത് ഒന്നിട്ട് വരച്ച് കുളമാക്കൂലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വരച്ചത്. സി, ഇത് സെക്കൻഡറി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എവിടെയാണ് കൂടുതൽ EMF ഉണ്ടാവേണ്ടത്? സെക്കൻഡറിയിലാണ്. ഇവിടെ ചെറുത് കൊടുത്താൽ അവിടെ വലുതാക്കും ആണല്ലോ. അപ്പോൾ സെക്കൻഡറി മസ്റ്റ് കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് ടേൺസ് ആണല്ലോ. ഇനി ഇവിടെ ഉപയോഗിക്കുന്നത് തിക്ക് കമ്പിയാണ്. സോ ഇവിടുത്തെ കമ്പിയുടെ കനം നോക്കൂ, തിക്കാണ്. കണ്ടോ? തിക്ക് കമ്പിയാണ്. അവിടെ തിൻ. അപ്പോൾ തിൻ വയറാണ് ഇവിടെ, ഇവിടെ തിക്കാണ്. എന്തിനാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? V എന്ന് പറഞ്ഞാൽ IR അല്ലേ മക്കളെ? അല്ലേ? ഇവിടെ തിൻ വയറാകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതൽ, അപ്പോൾ അവിടെ കിട്ടുന്ന വോൾട്ടേജ് കൂടുതൽ. അപ്പോൾ അത് കിട്ടിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന സംവിധാനം എന്നേ ഉള്ളൂ. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആകുമ്പോൾ എങ്ങനെ വരയ്ക്കും? ഒരു ഫ്രെയിമിൽ വരച്ച് കാണിച്ചാൽ ഇതാണ് ഫ്രെയിം, സോഫ്റ്റ് അയൺ ഫ്രെയിമാണ്. പ്രൈമറി വരയ്ക്കുകയാണ്. കണ്ടോ? ഇതാണ് പ്രൈമറി. ഇനി സെക്കൻഡറി വരച്ചാൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. കണ്ടോ? അപ്പോൾ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവ്, അവിടെ കിട്ടുന്ന വോൾട്ടേജും കുറവ്. ശരിയല്ലേ? ഇനി ഇവിടുത്തെ വയറിൻ്റെ കനം നോക്കിയാൽ ഇവിടെ കനം കൂടുതലാണ്. അപ്പോൾ എന്താണ് തിക്കാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറ. V എന്ന് പറഞ്ഞാൽ എന്താണ്? IR എന്നാണ്. അവിടെ തിക്ക് വയറാകുമ്പോൾ റെസിസ്റ്റൻസ് കുറവ്, റെസിസ്റ്റൻസ് കുറവ്, അപ്പോൾ അവിടെ കിട്ടുന്ന വോൾട്ടേജും കുറവായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. So, what are the differences between step up and step down transformers? ചുമ്മാതെ പറയും, പെട്ടെന്ന് പറ. 1ാം ക്ലാസ്സിലെ പിള്ളേരെ കേട്ടാൽ എടുത്തിട്ട് അടിക്കും, അവർ വരെ പഠിക്കുന്നുണ്ട്. സോ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ തമ്മിലുള്ള ഡിഫറൻസ് പറയൂ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് AC വോൾട്ടേജ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് AC വോൾട്ടേജ്. ഇൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ primary wires are thick. In step down transformer primary wires are thin. Then in step up transformer secondary wires are thin.
In step down transformer, see, secondary wires are thick. Then in step up transformer, primary contains a lesser number of turns. In step down transformer, primary contains more number of turns. In step up transformer, secondary contains more number of turns. In step down transformer, secondary contains lesser number of turns. പടത്തിൽ നോക്കി പെട്ടെന്ന് പറഞ്ഞൂടെ? അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാനൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നെങ്കിൽ എന്തായനെ എന്തെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അതൊന്നും ചോദിക്കില്ല. ഇപ്പം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഒരെണ്ണമേ പഠിക്കാവൂ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോം പറയുമ്പോൾ വോൾട്ടേജ് കൂട്ടായി യൂസ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. അവിടെ തിൻ വയറാണ്. ഓക്കെ, അപ്പോൾ അപ്പുറം തിക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത ട്രാൻസ്ഫോമർ. അപ്പോൾ അത്രയും ഓർത്ത് വയ്ക്കുക. അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്ത ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോമറിൻ്റെ അസംഷൻ ഇതാണ്: പവർ ഇൻപുട്ട് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് എന്നാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, പവർ ഇൻപുട്ടും പവർ ഔട്ട്പുട്ടും ഈക്വൽ. അപ്പം നമ്മൾ ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ പ്രൈമറി കോയിലും കാണും, സെക്കൻഡറി കോയിലും കാണും. ഇവിടുത്തെ പവറും അപ്പുറത്തെ പവറും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇൻപുട്ട് സൈഡ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറാണ് ഇത്. പ്രൈമറി സൈഡ് പ്രൈമറി, അപ്പുറം എന്താണ് സെക്കൻഡറി ആണ്. അപ്പോൾ ഇത് സെക്കൻഡറി സൈഡാണ്. നോക്കൂ, അപ്പോൾ ഇതാണ് ഇൻപുട്ട് സൈഡ്. ഇവിടെയാണ് നമ്മൾ എ സി കൊടുക്കുന്നത്. അപ്പുറത്താണ് അത് കൂടുതലോ കുറവോ ആയിട്ടൊക്കെ കിട്ടുന്നത്. അതാണ് ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, സെക്കൻഡറി സൈഡ്. ഇനി നോക്കൂ, ഇതിൻ്റെ ഇൻപുട്ടിലെ കറണ്ടിൻ്റെ വോൾട്ടേജ് എടുക്കുന്ന ആൻസറും ഔട്ട്പുട്ടിലെ കറണ്ടിൻ്റെ വോൾട്ടേജ് എടുക്കുന്ന ആൻസറും സെയിം ആണ്. അതല്ലേ ഞാൻ പറഞ്ഞു, ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. ഓർത്ത് വെച്ചോണം. സോ ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസ്ഫോമർ, വാട്ട് ഈസ് അവർ അസംഷൻ? ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അപ്പോൾ പവർ ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും സെയിം ആണ്. സോ ലിസൺ ഹിയർ, ദിസ് ഈസ് യുവർ ട്രാൻസ്ഫോമർ. ഓക്കെ, primary coil, then secondary coil. Okay, so primary, then secondary. ആരും ചോദിക്കില്ല കേട്ടോ. So primary, secondary, then this side is connected to AC. So this is input side. This side, from this side we get the required voltage. So it is a output side, no problem. Then power at input side is equal to power at output side. Both the powers are equal. Power, how will you calculate power? Current into voltage. So current into voltage here equal to current into voltage here. So നിങ്ങൾ കാര്യമായിട്ട് പറയുക. ഞാനൊരു ട്രാൻസ്ഫോമർ പറയാൻ പോവാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പറയുക. ഓർത്ത് വെച്ച് ആൻസർ പറയണം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ആത്മാർത്ഥമായിട്ട് ആൻസർ പറയുക. കോമൺ സെൻസ് മാത്രം മതി. അതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലിസൺ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കുറവ്, നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതൽ. ഓക്കെ, ഇവിടെ തിക്ക് വയർ. ഓക്കെ ഓക്കെ, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ഇൻപുട്ട് സൈഡ്, അത് ഔട്ട്പുട്ട് സൈഡ്. ഇനി പവർ പറയണം. പവർ ഇൻപുട്ട്, ഇൻപുട്ടിലെ പവർ കാണും. ഇനി ഇവിടുത്തെ പവർ ഔട്ട്പുട്ടും പറയണം. രണ്ട് സൈഡിലെയും പവർ പറയണം. ഈ ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് കൂട്ടാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന കുഞ്ഞു വോൾട്ടേജിനെ അവിടെ വലിയ വോൾട്ടേജ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇനി അപ്പോഴേ കറണ്ട്, അപ്പോൾ ഇവിടുത്തെ അവിടുത്തെയും പവർ സെയിം വരണം. അപ്പോൾ ഇവിടുത്തെ കറണ്ടിൻ്റെ വോൾട്ടേജും അവിടുത്തെ കറണ്ടിൻ്റെ വോൾട്ടേജും സെയിം വരണമെങ്കിൽ ഇവിടുത്തെ കറണ്ട് വലുതും അപ്പുറത്തെ കറണ്ട് ചെറുതുമായിരിക്കണ്ടേ? ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇവിടുത്തെ കറണ്ട് വലുതും വോൾട്ടേജ് ചെറുതുമാണ്, അപ്പുറത്തെ കറണ്ട് ചെറുതും വോൾട്ടേജ് കൂടുതലുമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ഈ കേസ് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലെ വോൾട്ടേജ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും. ഇനി അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജിനെ കൂട്ടും, പക്ഷേ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? കറണ്ട് കുറയും. എന്താണ്? പവർ ഇൻപുട്ട് ആൻഡ് പവർ ഔട്ട്പുട്ട് ആർ ഈക്വൽ. ഇറ്റ് ഈസ് അസംഷൻ. ഓക്കെ, പവർ ഇൻപുട്ട് ആൻഡ് പവർ ഔട്ട്പുട്ട് ആർ equal. See here voltage is more, so current should be less. ഓർത്ത് വയ്ക്കുമല്ലോ. So once again from the beginning, see about step up transformer, you consider a step up transformer. Step up transformer. So this is your step up transformer, primary. Okay, thick wire. Okay, then here
more turns. Okay, so this is primary, then this is secondary, this is input side, that is output side. Here, see, step up transformer is used to increase voltage, so you give a small voltage here, so you will get a big one here. Okay, then power equal to power input is equal to power output. Am I right? Power output. See, these should be equal. See, how will you calculate power? Current into voltage. So here the current will be very large, then here the current will be small. ഓർത്ത് വയ്ക്കണം. അപ്പോൾ എന്നാലേ രണ്ട് ഈക്വൽ ആവും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻക്രീസസ് വോൾട്ടേജ്, സോ ദാറ്റ് ടൈം ഓട്ടോമാറ്റിക്കലി വാട്ട് ഡിക്രീസസ്, കറണ്ട് ഡിക്രീസസ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം പറയണോ? സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം നിങ്ങൾ തന്നെ പറയും പെട്ടെന്ന്. സ്റ്റെപ്പ് ഡൗണിൻ്റെ കാര്യം, സ്റ്റെപ്പ് ഡൗൺ ഏതെങ്കിലും ഒന്നേ പറയാമോ? ഒന്ന് ഓർത്തിരുന്നാലേ കൺഫ്യൂസ്ഡ് ആവും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ ലിസൺ, see how many coils? 2 coils. See here more number of turns, so here less number of turns. Okay, thick wire. Okay, so input side, output side, primary, here secondary, not out. Then here a transformer name, step down transformer, decreases voltage, so you give a big voltage here, it will be decreased. Okay, then power input, power at input side and power at output side are equal. Okay, so the current here should be small, current there will be big one. Okay, എന്നാലേ ഇത് രണ്ട് ഈക്വൽ ആവും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ what is the assumption in the case of a transformer? Input power and output power are equal. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഏകദേശം ഒരു ധാരണയായെന്ന് തോന്നുന്നു. അപ്പോഴേ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ എഫിഷ്യൻസി. ഇതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. സോ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എന്നാണ്. ഇപ്പോൾ രണ്ട് സെയിം ആണ്. അപ്പോൾ ആൻസർ എത്രയെന്ന് വരും? 1 എന്ന് വരും. ഇതിൻ്റെ പെർസെൻറ്റേജിൽ പറഞ്ഞാൽ 100%. എഫിഷ്യൻസിയുടെ ലെറ്റർ ഈറ്റ. അപ്പോൾ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ? 1 or 100%. ഓർത്ത് വയ്ക്കുക. വൈ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഹിയർ ഇൻപുട്ട് പവർ ആൻഡ് ഔട്ട്പുട്ട് പവർ ആർ സെയിം, സോ ആൻസർ ഓഫ് എഫിഷ്യൻസി വിൽ ബി 1 or it can be put in percentage form, so it will be 100%. അപ്പോൾ what is the efficiency of a transformer, ideal transformer? 100%. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഒരു കിടില സാധനമാണ്, ശ്രദ്ധിച്ചിരിക്കണം, അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കോയിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. -n d∅dt. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. -n d∅dt, n ടേൺസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയാണ് ഇതെവിടെ ചുറ്റിയിരുന്നത്? ഒരു സോഫ്റ്റ് അയൺ പീസിലാണ്. ഇനി സെക്കൻഡറി ചുറ്റിയിരുന്നത് ഇതിൻ്റെ പുറത്തൂടെ ആണോ? പ്രൈമറി കൂടെ എ സി കയറ്റി വിടുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ വേരിയേഷൻ ഫുള്ളായിട്ടും ആർക്ക് കിട്ടും എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് പ്രൈമറി വിൽ ബി ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി എന്നാണ് നമ്മുടെ അസംഷൻ. സോ the entire magnetic flux linked with the primary will be associated with the secondary also. It is assumption. അപ്പോൾ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റേറ്റ് എന്താണ്? ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ നെക്സ്റ്റ് അസംഷൻ. സോ രണ്ട് അസംഷൻസ് ഞാൻ പറഞ്ഞു. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് അസംഷൻ? പവർ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട്. സെക്കൻഡ് അസംഷൻ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് റേറ്റ് same for input and output. Keep in mind, see, rate of change of magnetic flux same for input and output. Keep in mind. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് പറയണം. See, you consider a transformer. This is a soft iron core, primary coil. Okay, over that secondary. Okay, there are NP turns in primary. There are NS turns in secondary. Voltage in primary is represented as VP. Voltage in secondary is represented as VS. Then, see, magnetic flux
change is same for both. Then induced EMF in a coil can be calculated using the formula minus n d phi by dt. Am I right? Then induced EMF or voltage developed in secondary, how will you calculate? Voltage developed in secondary is equal to minus n secondary by into d phi by dt. Then voltage in primary, how will you calculate? Minus n primary, then d phi by dt. Why same d phi by dt for both the case? Say, what is our assumption? Rate of change of magnetic flux is same. It is assumption. That's why d phi by dt is same. We are getting two equations, equation 1 and equation 2. You simply divide the equations. Divide. So what will you get? Vs divided by Vp is equal to that divided by this. You will get Ns by Np. So you are getting a result here. Ns by Np is equal to Vs by Vp. This is known as transformer turns ratio. What is it called? Transformer turns ratio. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം, ഇത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറയും. So obtain transformer turns ratio. So what is the final result? You get Ns by Np is equal to Vs by Vp. അതിനകത്ത് കോമൺ സെൻസ് ഉള്ളവൻ എഴുതാൻ പറ്റുന്ന ഒരു കേസാണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യം കൂടെ ഞാൻ പറയും. So listen. Once again, transformer consists of two coils, primary and secondary. Primary is wound over a soft iron piece, secondary is wound over primary. Then number of turns in primary is represented as Nb, number of turns in secondary is Ns. Voltage in primary can be represented as Vp, voltage in secondary can be represented as Vs. Induced EMF in any coil can be represented by the general formula minus n d phi by dt. Okay, then voltage in secondary can be written as minus then number of turns in secondary, then d phi by dt. Equation number 1. Then voltage in primary can be written as, say, minus n p d phi by dt. Am I right? Equation number 2. Then see why same d phi by dt in both cases? We assume that the magnetic flux change is same for both the coils. You divide the equations. So what will you get? Parayu. Vs by Vp is equal to, parayu, you are getting Ns by Np. This result is known as transformer turns ratio. Transformer turns ratio. In a step up transformer, ഒരു step up transformer ആണ് നിങ്ങൾ എടുക്കുന്നത്. So number of turns in secondary will be greater than number of turns in primary. ആണല്ലോ. അപ്പം നമ്മൾ വി എസ് ബൈ വി പി എടുത്തു കഴിഞ്ഞാൽ പറയൂ എൻ എസ് ഗ്രേറ്ററും എൻ ബി ചെറുതും. അപ്പോൾ യു വിൽ ഗെറ്റ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 3 എന്ന് കിട്ടിയെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്താൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഈക്വൽ ടു 3 ടൈംസ് വോൾട്ടേജ് ഇൻ പ്രൈമറി എന്ന് കിട്ടില്ലേ? ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയിലെ വോൾട്ടേജിന്റെ 3 ഇരട്ടിന്ന് കിട്ടാം. കറക്റ്റാണ്. സേ ഓർത്ത് വയ്ക്കുക, ഇഫ് നമ്പർ എൻ എസ് ഈസ് ഗ്രേറ്റർ ദാൻ എൻ ബി, ദ ട്രാൻസ്ഫോമർ ഈസ് സ്റ്റെപ്പ് അപ്പ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിലോ എൻ എസ് വിൽ ബി ലെസ് ദാൻ എൻ പി. ഓർത്ത് വയ്ക്കുമല്ലോ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലാവുക കണ്ടോ? ഇൻ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി മോർ. അത് മാത്രം ഓർത്താൽ മതി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അതിനകത്ത് ഇത് ഈ സെക്ഷൻ ചോദിക്കും. സോ വാട്ട് ഈസ് എ ജനറൽ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഇ എം എഫ്? ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി. വോൾട്ടേജ് ഡെവലപ്ഡ് ഇൻ സെക്കൻഡറി ആകുമ്പോഴത്തേക്ക് എന്താണ്? എന്നിന് പകരം എൻ എസ്, ദെൻ ഡി ഫൈ ബൈ ഡി ടി. വോൾട്ടേജ് ഇൻ പ്രൈമറി ആകുമ്പോഴത്തേക്ക് എൻ ബി എന്നെഴുതും, ബാക്കി ഡി ഫൈ ബൈ ഡി ടി. യു സിംപ്ലി ഡിവൈഡ്, യു വിൽ ഗെറ്റ് എൻ എസ് ബൈ എൻ പി ഈസ് ഈക്വൽ ടു Vs by Vp. For a step-up transformer, number of turns in secondary more than primary. ഓക്കെ ആണല്ലോ? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും സെക്ഷൻ മതി. അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് വരിക. സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ, ടാറ്റ.